ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് പെപ്പർ ചിക്കൻ. അപ്പോൾ അതിലേക്ക് കടക്കുന്ന മുമ്പിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. നല്ല ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യമായിട്ട് നല്ലൊന്ന് വാഷ് ചെയ്ത് എടുക്കാം. ഏകദേശം നമ്മളെ ചിക്കനൊക്കെ നല്ല വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമ്മൾ ഒരു ഉരുളി വെക്കുക. നമ്മൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായ ശേഷം ഒരു 2-3 പട്ട, ഒരു 5 ഗ്രാമ്പു, പിന്നെ നമ്മൾ വറ്റൽമുളക് ഒരു 5-6 അതിലിട്ട് കൊടുക്കുക. നമ്മൾ മുളക് പൊടിയൊന്നും അതിൽ ചേർക്കുന്നില്ല. അപ്പോൾ എരിവിന് ഇതായിട്ട് ഒരു 4-5 ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം എണ്ണയും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇതായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ഇഞ്ചി ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. ഗ്യാസിലായിരുന്നു ആദ്യം വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൽ വെക്കുമ്പോൾ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വിറകടുപ്പിലാണ് ഇപ്പോഴത്തെ പരിപാടിയൊക്കെ. ഇനി നമ്മൾ അതിലേക്ക് സവാളയും ഒരു 3 പച്ചമുളകും നടുചീന്തി 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ആ ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പെട്ടെന്ന് ഇത് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഉള്ളി ഇതൊക്കെ ഒന്ന് വാടി കിട്ടും. നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കണം. കാരണം ഒരു മഞ്ഞ കളർ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ എല്ലാം എന്തെങ്കിലും വിഷാംശവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അങ്ങ് വലിച്ചോളും. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് വലിയ ജീരകവും ചെറിയ ജീരകവും അത് രണ്ടും കൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചതിൻ്റെ ആ പൊടി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പൊടിച്ചിടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. ഒന്ന് പൊടിച്ചിട്ടിടുക, അതിൻ്റെ ഒന്ന് ചതച്ചിട്ടാലും മതി. പിന്നെ നമ്മളിടുന്നത് കുരുമുളക് പൊടിയാണ്. മെയിനായിട്ട് നമ്മൾ കുരുമുളകിൻ്റെ എരിവായിലുണ്ട്. അപ്പോൾ കുരുമുളകാണ് നമ്മൾ ഒരു 2-2.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില, ഇനി 2 കറിവേപ്പിലയും കൂടി അതിലിട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ മസാലയും ഇതൊക്കെ ഒന്ന് മിക്സായി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള 1 കിലോ ചിക്കനാണ്. നല്ല ചെറിയ പീസായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കും. നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ മസാലയൊക്കെ അതിലേക്ക് എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനിടയ്ക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാണോ നോക്കണം. നന്നായിട്ടൊന്ന് എല്ലായിടത്തും മസാല എത്തുന്ന പോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ വെള്ളം തന്നെ അതിലേക്ക് ഇറങ്ങും. അങ്ങനെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് അതിലാവശ്യമുള്ള വെള്ളം അതിലായി. കാരണം ഇത് നമ്മൾ വറ്റിച്ചെടുക്കണം. എന്നാലാണ് പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ ഗ്രേവി രൂപത്തിലല്ല, ചെറിയൊരു ഗ്രേവിയും ഇതിലുള്ള രീതിയിൽ നമ്മളത് ഡ്രൈ ആയിട്ടെടുക്കണം. ഒന്നും കൂടി നമുക്ക്
വയ്ക്കാം. നമ്മളത് പുറത്തടുപ്പിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. കാരണം ചീവീടിൻ്റെ സൗണ്ടും പ്രകൃതിയുടെ സൗണ്ടൊക്കെ ഇതിൽ കേൾക്കാം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ ബെല്ലൈക്കനും കൂടി അത് അമർത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ ചെയ്യുന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഒരു 80% നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ആ വെള്ളം ഒന്നുകൂടി വറ്റാനുണ്ട്. നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെക്കുമ്പോൾ വെള്ളം വറ്റാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് വെച്ച് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പെപ്പർ ചിക്കൻ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ വെച്ച് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. ലാസ്റ്റായിട്ട് നമ്മളിടുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇറക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുക്കിംഗ്. ഇത് നല്ല പൊറോട്ടേൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.